എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പാക്കുന്ന റേഷൻ സംവിധാനം കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും നിലവിലില്ലെന്ന് മന്ത്രി GR അനിൽ. തൃശൂർ മറ്റത്തൂർ ശാസ്താംബുവം ആദിവാസി നഗറിൽ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആദിവാസി നഗരങ്ങളിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടകൾ പ്രത്യേകം ഏർപ്പാട് ചെയ്ത വാഹനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഇത് സ്ഥിരം സംവിധാനമാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷം കഴിഞ്ഞിട്ടും എല്ലാവർക്കും ഭക്ഷ്യധാന്യം എന്ന് പ്രസംഗിക്കുന്നതല്ലാതെ പ്രാവർത്തികമാക്കാൻ കേരളത്തിനല്ലാതെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ഓണക്കാലത്ത് എല്ലാ കുടുംബങ്ങൾക്കും ആശ്വാസം പകരുന്ന തരത്തിലുള്ള വിപണി ഇടപെടലാണ് കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും നടത്തിവരുന്നത്. മാധ്യമങ്ങൾ കാണുന്നതിന് വിപരീതമായി ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ വഴി ലഭ്യമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ കുടുംബത്തിനും ഭക്ഷ്യധാന്യം ഉറപ്പാക്കാൻ കഴിയുന്ന റേഷൻ സംവിധാനം ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷമായി ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പലർക്കും കഴിയുന്നല്ലാതെ ഇത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ നാട് കേരളമല്ലാതെ മറ്റൊരു നാടിനെ അവകാശപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണ്. അക്കാലത്ത് നമ്മുടെ മാർക്കറ്റിനെ ആശ്രയിക്കേണ്ട നമ്മൾ വലിയ വിലവർധന ഉണ്ടാകാതിരിക്കാൻ ഫലപ്രദമായ ഗവൺമെന്റ് ഇടപെടലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കും. ശാസ്താംബുവം ആദിവാസി നഗറിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.